Hi all, it's me Adil from JCE. Okay. അപ്പോൾ നമ്മൾ എവിടെയാണ് എച്ച് ടി എമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡക്ടറി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എച്ച് ടി എം എൽ ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. എച്ച് ടി എം എൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി പല ആളുകൾ കേട്ടിട്ടുണ്ടാകും എച്ച് ടി എം എൽ എന്നുള്ള രീതിയിൽ അല്ലേ. എന്താണ് എച്ച് ടി എം എൽ എന്ന് മേബി ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല. എന്നാലോ ചെറിയ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പല രീതിയിൽ എന്താണ് എച്ച് ടി എം എൽ, അല്ലെങ്കിൽ എച്ച് ടി എം എൽ നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കോഡ് എഡിറ്റാണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക അതിന് യൂസ് ചെയ്യുന്നതാണ് എച്ച് ടി എം എൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ മേ ബി എവിടുന്നേലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് അങ്ങനെയുള്ള അറിവുകൾ എന്തായാലും പലയിടത്തു നിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ, അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തണമല്ലോ. കാരണം എച്ച് ടി എം എൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എച്ച് ടി എം എൽ ഉപയോഗിക്കുന്നത് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെബ് പേജ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. ഇന്നത്തെ കാലത്ത് വെബ് പേജസ് എന്താണെന്നുള്ളത് അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷേ എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, വെബ് പേജസിനെ കുറിച്ച് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തത വേണം അല്ലേ. അപ്പോൾ അത്തരം വെബ് പേജ് എന്താണെന്നും അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എച്ച് ടി എം എൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ എച്ച് ടി എം എൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി മുന്നോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എച്ച് ടി എം എൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് പേജ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണെന്നുള്ളതിൻ്റെ അപ്പുറത്തിലോട്ട് നമ്മൾ എന്തെങ്കിലും ധാരണ നമുക്ക് അതിനെ പറ്റിയുണ്ടോ? ഉണ്ടാകാൻ വഴിയില്ല. കാരണം നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളൊന്ന് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് എച്ച് ടി എം എൽ? ഇത് ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, വേറെ ഒന്നുമില്ല. നമുക്കൊരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഏത് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ഞാൻ റാൻഡംലി ഒന്ന് ചൂസ് ചെയ്തെന്നുള്ളൂ. ഇത് ഏതാണ്, ട്യൂട്ടോറിയൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് എച്ച് ടി എം എല്ലിൻ്റെ ട്യൂട്ടോറിയൽ. അത് ജസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ടാബ് എടുത്തിട്ട് എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ല മൾട്ടിപ്പിൾ ലിങ്ക്സുകൾ വരും. W3 സ്കൂൾ ഉണ്ട്, HTML ട്യൂട്ടോറിയൽ ഉണ്ട്, ജിക്സോ ജിക്ക് ഉണ്ട്. ഇതെല്ലാം എന്താണ്, നമുക്ക് റിസോഴ്സസ് ആണ്. ഏതിൽ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ കോണ്ടൻസ് റെഫറൻസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്തത്, ഏത് ട്യൂട്ടോറിയൽ പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡോക്യുമെൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് എച്ച് ടി എം എൽ? അതിൻ്റെ ഡെഫിനിഷനാണത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട്സൊക്കെ എഴുതുന്നവർക്ക് എന്ത് ചെയ്ത് വെക്കാം, ഇതിൽ നോക്കിയിട്ട് തന്നെ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം അതിൽ കൂടെ തന്നെ. ഓക്കെ. അപ്പോൾ എന്താണ് എച്ച് ടി എം എൽ? എച്ച് ടി എം എൽ അതിൻ്റെ എച്ച് ടി എം എൽ ഒരു ഷോർട്ട് ഫോം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എച്ച് ടി എം എല്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ എച്ച് ടി എം എല്ലിൻ്റെ ഫുൾ ഫോം ആണ് എന്ത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ എച്ച് ടി എം എൽ എന്താണ് ശരിക്കും? ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ്. എച്ച് ടി എം എൽ ഇസ് എ സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ടു ഡിസൈൻ ദ സ്ട്രക്ചർ ഓഫ് വെബ് പേജ്. എന്താണ് പറയുന്നത്, അതായത് എച്ച് ടി എം എല്ലിൽ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയല്ലേ, അതന്നെ ഇതിൽ പറയുന്നുള്ളൂ. എന്താണ്, എച്ച് ടി എം എൽ ഒരു സ്റ്റാൻഡേർഡ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് ടു ഡിസൈൻ ദ സ്ട്രക്ചർ ഓഫ് എ വെബ് പേജ്. ഒരു വെബ് പേജിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത്. നോട്ട് എല്ലാ എൻ്റയർ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എൻ്റയർ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് ടി എം എൽ മാത്രം പോരാ. നമുക്ക് ജസ്റ്റ് ഒരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യാം, വെബ് പേജ് യൂസ് ചെയ്യാം. സോറി, എച്ച് ടി എം എൽ യൂസ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ എന്നാണ്. അതായത് എന്താണ്, എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു വെബ് പേജിൻ്റെ കംപ്ലീറ്റ് ഡിസൈനോ കാര്യങ്ങളോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു വെബ് പേജിൻ്റെ ലേഔട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്,
HTML യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ HTML എന്താണ്? HTMLന്റെ ഫുൾ ഫോം തന്നെ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്? അതായത് HTML മീൻസ് HTML എന്താണ്? ഒരു കോമ്പിനേഷൻ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ് ആൻഡ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റിന്റെ മാർക്കപ്പ് ലാംഗ്വേജിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. എങ്ങനെയാണ്, എന്താണ് അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ഹൈപ്പർ ലിങ്കുകളെ അറിയോ? ഹൈപ്പർ ലിങ്ക്സ് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ ലിങ്ക്സ് പരിചയപ്പെടാം. ഹൈപ്പർ ലിങ്ക്സ് മീൻസ് നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു PDF-ലോ ഒക്കെ കാണാം ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ്. മേ ബി ഒരു ബ്ലൂ കളറിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇറ്റാലിക് ആക്കിയിട്ടോ ബോൾഡ് ആക്കിയിട്ടോ ഒക്കെ കൊടുക്കുന്ന ടെക്സ്റ്റുകളാവാം. ഈ ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ജസ്റ്റ് ആ ഒരു എലമെന്റ്, ആ ഒരു ടെക്സ്റ്റ് എന്താണ്, ആ ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി എന്താ പറയുക എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് എന്തുണ്ടാവും, വേറൊരു പേജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ പേജസിലോട്ട് നമ്മളെ റിഡയറക്ട് ചെയ്യും. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമുക്കൊരു ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ടെന്ന് കരുതുക. ആ ക്ലിക്ക് ഹിയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പല സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ ക്ലിക്ക് ഹിയർ എന്നുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യും. ആ പേജിൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ കണ്ടൻസുകളുണ്ടാവും, സെവറൽ കണ്ടൻസുകളുണ്ടാവും. എന്താണ്, മേ ബി നമ്മൾ ക്ലിക്ക് ചെയ്ത ടെക്സ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻസുകളായിരിക്കും മേ ബി അതിൽ വിസിബിൾ ആയിട്ടുണ്ടാവുക. അത് ഡിപ്പെൻസ് ആട്ടോ, അത് ഡിപ്പെൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് വരും. അതായത് ഇതെപ്പോൾ എന്തിനാണ് അപ്പം ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹൈപ്പർ ലിങ്ക്സ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. രണ്ട് വെബ് പേജ്, അതായത് കോണ്ടൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാവും, ജസ്റ്റ് അതിൻ്റെ എലമെന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം കൊടുത്തിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാവും. ആ വെബ് പേജിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിൻ്റെ കോണ്ടൻസിലോട്ട് റീഡയറക്ട് ചെയ്യണം. എക്സാമ്പിൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കേസ് തന്നെ കണ്ടില്ലേ, ഇവിടുത്തെ ഇപ്പോൾ ജസ്റ്റ് ഒരു PDF വേർഷൻ, റിസോഴ്സ്, ജോബ് സെർച്ച്, ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. ഇതിലിപ്പോൾ ഈ ഡിസ്കഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി, നമുക്ക് മുന്നിൽ എന്തെയ്തു, ഡിസ്കഷൻ HTML എന്ന് പറഞ്ഞിട്ട് എന്തെയ്തു, പുതിയൊരു പേജ് എന്തായി, നമ്മളൊരു പുതിയ പേജിലോട്ട് റീഡയറക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ പുതിയൊരു പേജ് റെൻഡർ ആയി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമുക്കൊരു ബട്ടൺ പോലെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് പോലെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ വേറൊരു ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ HTML എന്നുള്ള ഈ ടെക്സ്റ്റിനെ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് റീഡയറക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്നതിന്, അതായത് ആ രണ്ട് പേജസ് ഇപ്പം മുമ്പ് വിസിബിൾ ആയ ആ പേജ് ഈ HTML എന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ പേജും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. ഓക്കെ, ഈ ഹൈപ്പർ ലിങ്കിൽ നമുക്ക് ഈ രണ്ട് പേജസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഇവിടെ ഈ HTML എന്നുള്ള ഈ ടെക്സ്റ്റ് ഇല്ലേ, ഈ ടെക്സ്റ്റ് കോണ്ടന്റിനെ നമുക്ക് എന്ത് പറയാം, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് HTML എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ എക്സാമ്പിൾ ആണ് കേട്ടോ. HTML എന്നുള്ളത് എന്താണ്, ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. ഈ ഹൈപ്പർ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്, ആ പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നതിന് എന്ത് പറയും, ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെയാണ്, അതുപോലെ പിന്നെ മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റിന്റെ മാർക്കപ്പ് ലാംഗ്വേജിന്റെ എന്താണ് കോമ്പിനേഷൻ ആണ് എന്ത് വരുന്നത്, HTML വരുന്നത്. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ്, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു എന്താ പറയുക ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫോമാണ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് എന്ത്, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയാം. അതായത് പല രീതിയിലും എന്താ പറയുക മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ H1 ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ബോഡി ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നമുക്ക് HTML. ആ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കൂടുതൽ ആ രീതിയിൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് മൈൻഡിൽ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബോഡി ടാഗ് എന്ന് പറഞ്ഞിട്ട് ടാഗ്, അല്ലെങ്കിൽ ബോഡി ടാഗ് ആയിക്കോട്ടെ, ബോഡി ടാഗ് എന്ന് പറഞ്ഞിട്ട് ടാഗ്, ഈ ടാഗ് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്, ഈ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് എന്താണ്, ശരിക്കും അതിൻ്റെ വെബ് പേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും.
വെബ് പേജിൻ്റെ ബോഡി പാർട്ടാണ് ഈ ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡീൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ബോഡി ടാഗിനുള്ളിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ വെബ് പേജിൽ വിസിബിൾ ആവുക. അപ്പോൾ ആ ഒരു രീതിയിൽ സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഓരോ ടാഗിന് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതിനെയാണ് നമുക്ക് എന്ത് പറയുക, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുക, അല്ലെങ്കിൽ മാർക്കപ്പ് എന്ന് പറയുക. അപ്പോൾ ഈ ഹൈപ്പർ ടെക്സ്റ്റും മാർക്കപ്പും കൂടി കൂട്ടിച്ചേർത്തതാണ്, മാർക്കപ്പ് ലാംഗ്വേജും കൂടി കൂട്ടിച്ചേർത്തതാണ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് എന്ത് പറയാം, HTML എന്ന് പറയാം. ഓക്കെ. അപ്പം the hypertext defines the internal links between web pages. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് എന്താണ്, ജസ്റ്റ് എന്താണ്, ഒരു ലിങ്ക്, വേറൊരു പേജിലോട്ടൊരു ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളെ വെബ് പേജിൽ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. ആ ടെക്സ്റ്റിന് നമുക്ക് എന്ത് പറയാം, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാം. ആൻഡ് മാർക്കപ്പ് ലാംഗ്വേജ് ഡിഫൈൻസ് ദ ലേഔട്ട് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ടെക്സ്റ്റ് ആൻഡ് മീഡിയ. എന്താണ് നമ്മൾ കൊടുക്കുന്ന വെബ് പേജിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ കോണ്ടൻസിൻ്റെ ഒരു എന്താ പറയുക ലേഔട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ അത് ഏത് രീതിയിലാണ്. ഇപ്പോൾ ബോഡി ടാഗാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതുപോലെ പല ടാഗ്സുകളുണ്ട്. അതെല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് പറയാം, HTML എന്നുള്ള രീതിയിൽ വരിക. ഓക്കെ. അപ്പം ഫസ്റ്റ് നമ്മളൊരു വെബ് പേജ്, ഒരു സിമ്പിൾ വെബ് പേജ്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. കണ്ട ബേസിക് HTML സ്ട്രക്ചർ. ഇതൊരു സിമ്പിൾ വെബ് പേജിൻ്റെ സ്ട്രക്ചറാണ്. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഓക്കെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതെന്താണ്, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ വേറൊരു പേജിലോട്ട് വന്നു, അല്ല ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വേറൊരു പേജിലോട്ട് വന്നു. അതാണ് ഒരു ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ എഴുതി വെച്ചിട്ടുള്ള ടെക്സ്റ്റിന് നമുക്ക് എന്ത് പറയാം, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ എഴുതുന്ന രീതിയിലാണോ നമുക്ക് ഈ കോഡ് അല്ലെങ്കിൽ നമ്മൾ വെബ് പേജിൻ്റെ ഈ കോഡ്സ് കാണുന്നത്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പേജ് കാണുന്നത്? അല്ലല്ലോ. ഒരു കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതിൻ്റെ കൂടെ സ്ട്രിങ്ങും, അല്ലെങ്കിൽ സ്ട്രിങ് മീൻസ് ഒരു ആൽഫബറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഹെഡുണ്ട്, ടൈറ്റിൽ, H1 P എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്, ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പാറ്റേണിനാണ് നമ്മൾ എന്താ പറയുക മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പേജിലോട്ട് വന്നു. ഇതാണ് എന്ത്, ഈ ഒരു സംഭവം എന്താണ്, ഓൺലൈൻ കമ്പൈലർ എന്ന് പറയും, അല്ലെങ്കിൽ ഓൺലൈൻ എഡിറ്റർ എന്ന് പറയും. നമുക്ക് HTML ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പല ഒരു എഡിറ്റർ വേണം, അല്ലെങ്കിൽ അത് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഡ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻവയോൺമെൻറ്റ് വേണം. ആ എൻവയോൺമെൻ്റ് ആണ് നമുക്ക് ഈ എഡിറ്റർ എന്ന് പറയുന്നത്. ഈ എഡിറ്റേഴ്സ് നമുക്ക് പല രീതിയിലുണ്ട്. നമുക്ക് എഡിറ്ററായിട്ട് നമ്മൾ സാധാ റെഗുലർ നോട്ട് പാഡ് ഇല്ലേ, ആ നോട്ട് പാഡ് നമുക്ക് ഏറ്റവും ബേസിക് എക്സാമ്പിളാണ് ഇതിന് ഒരു HTML എഡിറ്ററിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് എക്സാമ്പിളാണ് നമ്മൾ സിമ്പിൾ നോട്ട് പാഡ്. ആ നോട്ട് പാഡിൽ നമുക്ക് എന്ത് ചെയ്യാം, HTML കോഡ് റൺ ചെയ്യാൻ പറ്റും. റൺ ചെയ്തിട്ട് നമുക്ക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് നോട്ട് പാഡാണ്. അതിന് ശേഷം വരുന്നതാണ് ഇത് ഓൺലൈൻ കമ്പൈലർ അല്ലെങ്കിൽ ഓൺലൈൻ എഡിറ്റർ. ഇതിപ്പോൾ നമുക്ക് ഓൺലൈൻ ഒരു ട്യൂട്ടോറിയൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു എന്താണ് ഓൺലൈൻ കമ്പൈലറാണ്, അല്ലെങ്കിൽ ഓൺലൈൻ എഡിറ്ററാണ്. ഇത് നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ആക്സസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ കോഡ് റൺ ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ട് ഷോ ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് ഓൺലൈനിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സെയിം കേസിൽ മൂന്നാമത്തൊരു എഡിറ്റർ ഉണ്ട്, അതാണ് IDE എന്ന് പറയുന്നത്. IDE. ഈ IDE എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ്. The IDE provides an integrated development environment. നമ്മൾ കേട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം എന്ത് VS Code, Eclipse, WebStorm എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് IDEs ഉണ്ട്. ഇതിലാണ് നമ്മൾ സ്പെഷ്യലി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വെബ് പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്
ഇതുപോലുള്ള IDEs ആണ്. ഓൺലൈൻ കമ്പൈലേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ട്യൂട്ടോറിയൽ പർപ്പസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കൂടുതലായിട്ട് കോമൺലി യൂസ് ചെയ്ത് വരുന്നത്. പക്ഷെ പ്രൊഫഷണലി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, IDEs ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്ത് വരിക. അപ്പോൾ നമുക്കിവിടെ IDEs സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യത്തിലോട്ട് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലോട്ട് IDE സെറ്റപ്പ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കുന്നു, ഓൺലൈനിൽ ഇപ്പോൾ ഏതൊക്കെ കമ്പൈലേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ എഡിറ്റേഴ്സ് നമ്മൾ പറഞ്ഞത്, അതായത് ഒന്ന് നോട്ട് പാഡ്, അല്ലെങ്കിൽ രണ്ടാമത്തേത് എന്താണ് ഓൺലൈൻ കമ്പൈലർ അല്ലെങ്കിൽ ഓൺലൈൻ എഡിറ്റർ, മൂന്നാമത്തേത് എന്താണ് IDEs. ഇതാണ് ഈ മൂന്നെണ്ണമാണ് നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറലി കൂടുതലായിട്ട് യൂസിങ്ങും കാര്യങ്ങളും വരുന്നത്. അതിന് പ്രൊഫഷണലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് IDEs ആണ്. ഓൺലൈനിൽ അല്ലെങ്കിൽ നോട്ട് പാഡ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് ഏറ്റവും ബേസിക്, നോട്ട് പാഡ് ഏറ്റവും ബേസിക് ആണ്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കമ്പൈലർ അല്ലെങ്കിൽ ഓൺലൈൻ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂട്ടോറിയൽ പർപ്പസിനും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ വിശ്വസിക്കുക. ഒരു വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വെബ് പേജാണ്. ഈ കാണുന്ന സംഭവമല്ലേ, ഏതാണ് ഈ ഓൺലൈൻ HTML എഡിറ്റർ, റിയൽ ടൈം ഓൺലൈൻ HTML എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് വിൻഡോയിൽ 2 ടെക്സ്റ്റ് മാത്രം വന്നിട്ടില്ലേ, അത് നമുക്ക് എന്താണ് ഒരു വെബ് പേജാണ്. അതെങ്ങനെ ഒരു വെബ് പേജ് ആവുക എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമ്മളൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ എന്താണ് നമ്മളെപ്പോഴും പറയും അല്ലേ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും ഒന്നാമത്തെ സ്റ്റെപ്പിന് ശേഷം മാത്രമേ നമുക്ക് എത്ര വലിയ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കാൻ വേണ്ടി കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ അത്രയും വലിയൊരു വെബ്സൈറ്റ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്ന കാര്യം. ഓക്കെ, അതായത് ഒരു വെബ് പേജ് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ വൈറ്റ് ക്യാൻവാസ്, അതിലെന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഈ 2 ടെക്സ്റ്റ് ഷോ ചെയ്യിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള കോഡാണ് അല്ലെങ്കിൽ ഒരു HTML ഡോക്യുമെൻ്റ് ആണ് ഈ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. നമുക്ക് എന്താണ് HTML അല്ലേ. ഈ HTML ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, HTML ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ക്ലോസിങ്. എന്താണ് ഈ ഓപ്പണിംഗ് ടാഗ്, ക്ലോസിങ് ടാഗ്? ഈ HTML-ന്റെ ഉള്ളിലാണ്, അതായത് ഓപ്പണിംഗ് ടാഗ് കണ്ടില്ലേ, ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും തമ്മിലുള്ള ഡിഫറൻസുകളൊന്നും നോക്കി കണ്ടോ. എന്താണ് കൂടുതൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്താണ് ഇവിടെ ഒരു സ്ലാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഓപ്പണിംഗ് ടാഗിന് എന്താണ് ജസ്റ്റ് 2 ആരോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്ലാഷ് ഉണ്ടാവില്ല. ക്ലോസിംഗ് ടാഗിനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലാഷ് കൂടി ഉണ്ടാവും. അതുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ HTML ടാഗ് അവിടെ ക്ലോസ് ആയി നടക്കാം. അപ്പോൾ നമുക്ക് ഒരു HTML ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ഉള്ളിൽ വിസിബിൾ ആവണം, വെബ് പേജിൻ്റെ ഉള്ളിൽ എന്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അത്രയും കാര്യങ്ങൾ എന്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക, HTML ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അതായത് വെബ് പേജ് ഫുള്ളി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനുള്ളിലാണ്, ഈ HTML ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് അതിനാണ് എന്താ പറയുക, റൂട്ട് എലമെന്റ് എന്ന് പറയും. HTML എന്താണ്, HTML is a root element for an HTML document. HTML is a root element for an HTML document. All elements are placed inside the element. HTML ഒന്നുമില്ല, എന്താണ് ഇത്തിരി സിമ്പിൾ ആണ്. ഒരു HTML എന്ന് പറയുന്നതാണ് HTML ഡോക്യുമെന്റ്. HTML ടാഗ് ആണ് എന്ത്, HTML ഡോക്യുമെന്റ്. ഇതാണ് ഒരു ഡോക്യുമെന്റ് ഫുൾ, ആ ഫയലിനെ പറയുന്ന പേരാണ് ഡോക്യുമെന്റ്, HTML ഡോക്യുമെന്റ്. അപ്പോൾ ഈ HTML ഡോക്യുമെന്റിൽ എന്ത് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിലും അത് എന്തിൻ്റെ ഉള്ളിൽ കൊടുക്കണം, ഈ HTML ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കണം. HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് വരണം എന്ത് കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും. അതാണ് ഇതിൽ പറയുന്നത്. ഇറ്റ്സ് എ റൂട്ട് എലമെന്റ്. റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടറിൽ വരുന്ന എലമെന്റ്.
ഏറ്റവും ഔട്ടറിൽ വരുന്ന എലമെന്റ് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എലമെന്റ്സുകൾ വേറെ വരുന്നുണ്ട്. അതിൻ്റെ പുറത്തോട്ട് വേറൊരു എലമെന്റ് വരാനുണ്ടാവില്ല. അതാണ് ഏറ്റവും റൂട്ട് എലമെന്റ് അല്ലെങ്കിൽ ഔട്ടർ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ എലമെന്റ്, ഇൻസൈഡ് ദിസ് എലമെന്റ്. അങ്ങനെ തന്നെയല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കി. കണ്ടോ? HTML-ന്റെ ടാഗിൻ്റെ ഉള്ളിലാണ് ഓൾ ദ എലമെന്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ HTML ടാഗ്, HTML എലമെന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം അതാണ് എന്താ പറയുക, HTML എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, ഇറ്റ്സ് എ റൂട്ട് എലമെന്റ് ഓഫ് HTML document and it all the other elements are consist അല്ലെങ്കിൽ പ്ലേസ്ഡ് ഇൻസൈഡ് ഓഫ് ദ HTML tag. അത്രയേ ഉള്ളൂ. അപ്പോൾ HTML ടാഗ് ആണ് ഇതിൻ്റെ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് മറ്റുള്ള എല്ലാ ടാഗുകളും അല്ലെങ്കിൽ എലമെന്റ്സുകളും പ്ലേസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ HTML നമ്മൾ ഫസ്റ്റ് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കേണ്ട കാര്യം എന്താണ്, ഒരു ലെഫ്റ്റ് ആരോ അടിച്ചിട്ട് HTML എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ആരോ കൊടുക്കുക, പിന്നെ ലെഫ്റ്റ് ആരോ കൊടുത്തിട്ട് അതിൻ്റെ ക്ലോസിംഗ് ടാഗ് കൂടി ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കേഴ്സർ, മൗസ് പോയിന്റർ അല്ലെങ്കിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കോണ്ടൻസും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ HTML ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, വെബ്പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് എന്താണ്, ഈ ഡോക് ടൈപ്പ് HTML. അതെന്താണ് ഡോക് ടൈപ്പ് HTML? മീൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് ഡോക് ടൈപ്പ്? ഡോക് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാവും എന്താണ്, ഡോക്യുമെന്റ് ടൈപ്പ് സ്പെസിഫൈ ചെയ്യാണ്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഈ ഒരു ഫയൽ നമ്മൾ കോഡ് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ HTML എഴുതി വെച്ചിട്ടുള്ള ഈ ഫയലിനെ നമ്മൾ എന്താ പറയുക, ഒരു ഡോക്യുമെന്റ് എന്ന് പറയാം. ഈ ഡോക്യുമെന്റിന്റെ ടൈപ്പ് എന്താണ്, HTML ആണ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡോക് ടൈപ്പ് HTML, it defines the document type as HTML. ഓക്കെ, അതായത് ഈ ഡോക്യുമെന്റിന്റെ ടൈപ്പ് HTML ആണെന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ്, ഈ HTML-ന്റെ ഉള്ളിൽ കണ്ടോ, HTML ടാഗ്, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹെഡിന്റെ ടാഗ് ഉണ്ട്, ഹെഡ് ടാഗ്, പിന്നെ ബോഡി ടാഗ്. ഈ ടാഗ് എലമെന്റ് എന്നുള്ളതൊക്കെ കൺഫ്യൂസിങ് ആവുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഹെഡ്, നമ്മൾ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അതാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങൾ ഇല്ലാണ്ട്, ഈ എലമെന്റ്സുകൾ ഇല്ലാണ്ട് നമുക്ക് കഴിയൂല. മനസ്സിലായോ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമുക്ക് അറിഞ്ഞ് എന്താ പറയുക, കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനോ ഉള്ള സംഭവങ്ങളല്ലത്. ഫസ്റ്റ് എന്ത് ചെയ്യാം, HTML ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെഡ് ടാഗും ബോഡി ടാഗും കൊടുക്കേണ്ടത്. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഈ ടൈറ്റിൽ അല്ലെങ്കിൽ മെറ്റാ ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാഗുകളുണ്ട്. ആ ടാഗുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പഠിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ നിങ്ങൾ അത്രയൊന്നും നോക്കണ്ട. നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്, HTML ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ ഒരു ഹെഡ് ടാഗ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഹെഡ് ടാഗ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിനുള്ളിലോ ഒരു ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിലെന്ത് ചെയ്തു, ഓൺലൈൻ HTML എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് കൊടുത്തു. ഇതെന്തിനാണെന്നറിയാം, ഈ ഓൺലൈൻ HTML എഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഈ ടൈറ്റിൽ ടാഗ് എന്താണ്, ടൈറ്റിൽ ടാഗ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബ്രൗസറിൽ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ടാഗുകളില്ലേ, ഇത് ഇവിടെ എന്ത് എഴുതി കാണിക്കണം. ഇപ്പോൾ ഓൺലൈൻ HTML എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ HTML ഓവർവ്യൂ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂ ടാബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണില്ലേ. ഈ കാണുന്ന സംഭവങ്ങൾ നമ്മളെങ്ങനെ, അവിടെ എന്താണോ ഷോ ചെയ്യിപ്പിക്കേണ്ടത് ആ ടെക്സ്റ്റാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കുന്ന ടെക്സ്റ്റുകൾ എന്ത് ചെയ്യും, ഇവിടെ മാറിയിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ നമ്മളെ വെബ് പേജ് ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ടാബായിട്ടായിരിക്കില്ല കാണിക്കുന്നുണ്ടാവുക. ആ ടാബിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റിലായിട്ട് എന്ത് കാണിക്കണം എന്നുള്ളത് നമ്മൾ എവിടെ സ്പെസിഫൈ ചെയ്യണം, ഈ ടൈറ്റിൽ ടാഗിനുള്ളിൽ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ
അതായത് പിന്നാണ് സോറി ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ വരിക. ആ ഒരു പാറ്റേൺ മറക്കരുത്, മനസ്സിലാക്കി വെക്കുക. അതങ്ങനെയാണ് HTML-ൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഹെഡും ബോഡിയും വരും. അതുപോലെ തന്നെ ഹെഡിൻ്റെ ഉള്ളിൽ എന്ത് വരും, ടൈറ്റിൽ വരും. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എന്ത് വരും, മറ്റുള്ള എന്തൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ നമ്മളെ വെബ് പേജിൽ എന്തൊക്കെ വിസിബിൾ ആക്കണോ അത്രയും ഡാറ്റകൾ മൊത്തം എന്ത് ചെയ്യും, ബോഡി ടാഗിനുള്ളിൽ വരും. ഇപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഓൺലൈൻ HTML എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണം. അതിനെന്ത് ചെയ്തു, ഒരു ടാഗിനുള്ളിൽ എന്ത് കൊടുത്തു, ആ ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ദിസ് ഈസ് റിയൽ ടൈം, ഈ ഒരു രീതിയിലൊരു ടെക്സ്റ്റ് കാണിക്കണം. ആ ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതുപോലെ ഇവിടെ വേറൊരു ടാഗ് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ, എന്ത് കൺഫ്യൂഷൻ, എന്തുകൊണ്ട് ഇവിടെ H1, എന്തുകൊണ്ട് ഇവിടെ P അല്ല, അത് മാത്രമല്ല ഇതെന്തുകൊണ്ടൊന്ന് വലുതായിട്ട് വന്നു, ഒന്ന് ചെറുതായിട്ട് വന്നു എന്നൊക്കെ തോന്നാം. അപ്പോൾ അതിനാണ് ഈ ടാഗ്സുകൾ നമ്മൾ പഠിക്കുന്നത്. ടാഗുകൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഫസ്റ്റ് എന്താണ്, നമുക്കൊരു H1 എന്നുള്ള ടാഗ് എന്താണ്, ഹെഡിങ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെഡിങ് നമുക്ക് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടാഗാണ് H1. H1-ൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ഹെഡിങ് സ്പെസിഫൈ ചെയ്യുക. അത് മെയിൻ ഹെഡാണ് H1. H1 മാത്രമല്ല ഉള്ളത്, H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്, H4 ഉണ്ട്, H5 ഉണ്ട്, H6 ഉണ്ട്. അങ്ങനെ H6 വരെ നമുക്ക് എന്തുണ്ട്, ഹെഡിങ്ങിൻ്റെ സീരീസ് ഉണ്ട്, ഹെഡിങ്ങിൻ്റെ ടാഗുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ H2. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ HTML കോഡ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, സ്മോൾ ലെറ്റേഴ്സിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാണ്ടിരിക്കുക. സ്മോൾ ലെറ്ററിൽ എഴുതുന്നതാണ് നമുക്ക് എന്ത് സ്റ്റാൻഡേർഡ്, കോഡിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ എവിടെ നമുക്ക് എന്താ പറയുക, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, ബ്രൗസർ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തിട്ട് വരും. അതായത് വെബ് പേജ് വിസിബിൾ ആവും, പക്ഷെ എന്താണ് കോഡ് എഴുതുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ കേസിൽ എഴുതണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കണ്ടാ, ഈ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഡാറ്റ വന്നില്ലേ, അല്ല. പക്ഷെ ഇതും തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഉണ്ടല്ലേ, ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്നും മനസ്സിലാവും. അതായത് ഇതെന്താണ് കുറച്ചുകൂടി വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഇതാണെങ്കിൽ കുറച്ചും കൂടി ചെറുത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു H3 കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. H6 വരെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ H3 എന്തായി, ഒന്നുകൂടി ചെറുതായി, H2-നേക്കാളും ചെറുതായി. അപ്പം H4 ആണെങ്കിലോ, 4 ആകുമ്പോൾ വീണ്ടും ചെറുതായി. പക്ഷെ എന്താണ്, എല്ലാ ടെക്സ്റ്റും എന്താണ് ബോൾഡ് ആണ് അല്ലേ. ബോൾഡ് ആയിട്ട് അല്ല, തിക്നെസ്, ഫോണ്ട് വെയിറ്റേജ്, കുറച്ച് വെയിറ്റ് കാര്യങ്ങൾ കൂടുതലാണ്. അതായത് ബോൾഡായിട്ടാണ് ഫോണ്ട് എഴുതിയിട്ടുള്ളത്. പക്ഷേ എന്താണ് സൈസ് എന്ത് ചെയ്തു, ഫോണ്ട് സൈസ് കുറഞ്ഞ് വന്നു അല്ലേ. ജസ്റ്റ് നമ്മൾ H6 കൊടുത്ത് നോക്കാം. H6 കൊടുത്തപ്പോഴോ പറ്റിയ ചെറുതായി പോയി അല്ലേ, നന്നായി ചെറുതായി പോയി. അത്രയും ചെറുതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് H6 കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണ്, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H1 നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, മെയിൻ ഹെഡിങ് എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ ഡോക്യുമെൻ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ നോക്കിയിട്ട് കാണാം, അതല്ല ഇതൊരു മെയിൻ ഹെഡാണ്. ഇതിപ്പോൾ ഒരു മെയിൻ ഹെഡാണ്, ഇതതിൻ്റെ സബ് ഹെഡാണ് അല്ലേ. ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഹെഡായിട്ട് വരുന്നതാണ് ഇത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റയുടെ മെയിൻ ഹെഡ്, സബ് ഹെഡ് എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് സൈസും കാര്യങ്ങളും സൈസ് ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ യൂസ് ചെയ്യുന്നത്. H1 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഹെഡാണ്, H2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഹെഡ്, H3 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഹെഡ്, H4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഹെഡ്, H5 ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സബ് ഹെഡ്, H6 ആണെന്നുണ്ടെങ്കിൽ അതിലും താഴെ വരും, അതിലും ചെറിയ ഹെഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ H എന്നുള്ള ടാഗ്, ഇത്രയും ടാഗുകൾ എന്താണ് H1 മുതൽ H6 വരെയുള്ളത് ഹെഡിങ്ങിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടില്ലേ P ടാഗിൽ നമ്മൾ കൊടുത്തപ്പോൾ എന്താണ്, ചെറിയ സാധാരണ നോർമൽ ഒരു എന്താ പറയുക, നോർമൽ ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ P ടാഗ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പാരാഗ്രാഫ് എന്നുള്ള രീതിയിലാണ് P ടാഗ് വരിക. നമുക്കൊരു പാരാഗ്രാഫ് അല്ലെങ്കിൽ ഒരു സാധാരണ എന്താ പറയുക നോർമൽ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം,
പി ടാഗ് യൂസ് ചെയ്യാം. ഈ പി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, അത് സാധാരണ റെഗുലർ സ്റ്റൈലിൽ അല്ലെങ്കിൽ നോർമൽ സ്റ്റൈലിൽ ഡാറ്റ വിസിബിൾ ആവും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ എന്തും വരും. ഇപ്പോൾ എന്താണ്, ഇത് ബോൾഡ് ഇല്ല, അതായത് ബോൾഡ് ആയിട്ടല്ല വരുന്നത്, അത് ഒരു റെഗുലർ സൈസിനുമാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഡാറ്റ, അതൊരു പാരഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയല്ലേ വരുള്ളൂ, ഒരു പാരഗ്രാഫിൽ എഴുതുന്ന ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൽ പി ടാഗ് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം ഇത്രയും അറിഞ്ഞ്, ഇതിപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ, വെബ് പേജിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്കത് ബ്യൂട്ടിഫുൾ ആക്കണം എന്നുള്ളതൊക്കെ നമ്മളുടെ എന്താണ്, അഡീഷണൽ കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്ക് എന്താ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു ഇല്ലേ, ക്രിയേറ്റ് ചെയ്തില്ലേ. ഇതാണ് എന്താണ് HTML ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ നമ്മൾ ഹെഡ് ബോഡി ടാഗ് കൊടുത്തു. ബോഡിയിൽ എന്തൊക്കെ നമുക്ക് ഷോ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, കൊടുക്കേണ്ട ഡാറ്റകളെല്ലാം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിലുള്ള മറ്റുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് തരാം എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് HTML ടാഗ് എന്ത് ചെയ്യണം, ഫസ്റ്റ് എന്താ പറഞ്ഞ HTML ടാഗ് നമുക്ക് ഓപ്പൺ ചെയ്യണം അല്ലേ. HTML ടാഗ് ഓപ്പൺ ചെയ്തു. HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ വേറെ എന്തൊക്കെ വരുന്നുണ്ടെന്നതാണ്. HTML ടാഗിനുള്ളിലേക്ക് വരുന്നത് ഹെഡ് ടാഗും ഹെഡ് ടാഗ് അല്ലേ. പിന്നെന്താ വരുന്നത്, അതുപോലെ തന്നെ ഒരു ടാഗ് കൂടി വരുന്നുണ്ട് അല്ലേ. എന്താണ്, ബോഡി ടാഗ്. ബോഡി ടാഗും കൊടുത്തു. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ വേറെ കൊടുത്തത്, നമുക്ക് പറഞ്ഞു അല്ലേ, ഈ ബ്രൗസറിൻ്റെ ടൈറ്റിൽ എന്താ വരേണ്ടതെന്ന് വെച്ചാൽ, ബ്രൗസർ ടാബിൽ എന്താണ് കാണിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ അതിനെന്താ കൊടുത്തിരുന്നു, ടൈറ്റിൽ അല്ലേ. ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് കൊടുത്തു. ബോഡി ടാഗിൽ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ H1 എങ്ങനെ ചെയ്യാം, H1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, ഹെഡിങ് ആയിട്ട് വരും, മെയിൻ ഹെഡ് ആയിട്ട് വരും അല്ലേ. നമുക്ക് ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുക്കാം. വരുന്നതിന് ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് വരുന്നത് കാണുന്നില്ലേ, ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, H2 അടിച്ചിട്ട് എടുക്കാം. ലോവർ കേസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു ഹലോ വേൾഡ് കൊടുത്ത് അടുത്തത് വിസിബിളായി. അതേപോലെ എന്ത് ചെയ്യാം, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇതെന്താ ഒരു ഇതിൻ്റെ ജസ്റ്റ് ഓപ്പൺ കണ്ടില്ലേ, നമുക്ക് ഒരു ബേസിക് വെബ് പേജ് ഇപ്പോൾ എന്ത് ചെയ്തു, കുറഞ്ഞ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഒരു ബ്ലാങ്ക് ക്യാൻവാസ്, വൈറ്റ് ക്യാൻവാസ്, അതിലെന്ത് ചെയ്തു, ഹലോ വേൾഡ് HTML എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു, അതിന് സബ് ഹെഡ് കൊടുത്തു, അതിലൊരു പാരഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വെബ് പേജ് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫസ്റ്റ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹലോ വേൾഡ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പഠിച്ചു, അതിൽ കുറച്ച് ടാഗ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി, H1, H2, P ടാഗ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ടാഗ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏകദേശം ഏതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി പഠിക്കാനുള്ളത് ബാക്കി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നമ്മളിവിടെ, ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് സ്പോട്ടിൽ ക്ലിയർ ചെയ്തിട്ട് പോവാം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.